ഒരു അറുതിയില്ല. എന്ത് ചെയ്യാനാണ് ഇപ്പോൾ? ഇതൊക്കെ മാറണമെങ്കിൽ എന്ത് പറയാനാ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. മഴ മാറി നിന്നിട്ടും വെള്ളം കുറഞ്ഞില്ല. എവിടാ മഴ മാറി നിന്നിട്ടും വെള്ളം കുറയില്ല. ഇത് ഒരു മണിക്കൂർ പക്കയിട്ട് മാറിയിരുന്നാലേ വെള്ളം കുറയുള്ളൂ. എന്തായിട്ട് അവസ്ഥ? ഈ ദുരിതം ഇങ്ങനെ പറഞ്ഞു മടുത്ത് ഇപ്പൊ പുഴയിൽ പോയി മീൻ പിടിക്കുന്ന പോലെയാണ് മീൻ വാങ്ങിക്കുന്നത്. അതെ അതെ അതെ. ഇപ്പൊ ഈ ഭാഗത്തൊക്കെ വെള്ളക്കെട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. വെള്ളം കയറിയോ? കുറവുണ്ട്, ഇപ്പൊ കുറച്ച് കുറഞ്ഞതാണ്. ഇപ്പൊ വെള്ളം കുറഞ്ഞിട്ടുണ്ട്, മഴ മാറിയപ്പോ കുറഞ്ഞിട്ടുണ്ട്. പേടിയുണ്ടോ ഇനി കാലവർഷം വരുമ്പോ ഇതിനപ്പുറത്തേക്ക്? ഇത് പേടിക്കാൻ, ഞങ്ങളൊക്കെ വെള്ളത്തിൽ നീന്തുന്നൊക്കെ, വെള്ളത്തിൽ വളർന്നവരാ, ശീലമായി. പകർച്ചവ്യാധികൾക്കൊക്കെ മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഞങ്ങളൊക്കെ കലൂർക്കാരൊക്കെ സ്ഥിരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. കുറേയൊക്കെ കോർപ്പറേഷൻ അനാസ്ഥയുണ്ട്. മഴയ്ക്ക് മുമ്പ് ഓടകളൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അവർ ഈ വെള്ളപ്പൊക്കം വരാൻ നേരത്ത് 5-6 പേര് സ്ലാബ് പൊക്കും, ആ സ്ലാബ് പൊക്കിയിടും, അതിനകത്തേക്ക് 2-3 പേര് വീണ് കഴിയുമ്പോൾ ഒരു ആക്ഷൻ എടുക്കും. എന്ത് ആക്ഷൻ? ആരോട് എന്ത് പറയാനാണ്? നവീകരണം വൃത്തിയാക്കലൊക്കെ നടന്നിരുന്നു. ആയിട്ടില്ല എന്ന് വെച്ചാൽ ഇത് പെട്ടെന്നുള്ളൊരു മഴ മുന്നറിയിപ്പായിരുന്നു. 31-ാം തീയതി പറഞ്ഞത്. പക്ഷേ ഇത് വേനൽ മഴയെന്ന് പറയുന്നു. ഇപ്പോൾ 3-4 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, വെള്ളപ്പൊക്കം കണ്ടില്ല. ഇവിടെ മാത്രമല്ല, എല്ലാ MG റോഡാണെങ്കിലും എറണാകുളം ടൗൺ ആണെങ്കിലും മൊത്തത്തിൽ വെള്ളപ്പൊക്കം. വെള്ളം കയറുന്നുണ്ട്, വീട്ടിലോട്ടൊക്കെ വെള്ളം കയറുന്നുണ്ട്. പഴയ ഒത്തിരി വീട്ടുകാരുണ്ട് ഇവിടെ. ഇപ്പോൾ വന്ന് താമസിക്കുന്നവരൊക്കെ വളരെ ഉയരത്തിലാണ് വീട് വെച്ചിരിക്കുന്നത്. ആ പഴയ ഇവിടെ പാരമ്പര്യമായിട്ട് താമസിക്കുന്ന ആൾക്കാരെല്ലാവരും താഴെയാണ്. അവരുടെ വീടുകളിലൊക്കെ കംപ്ലീറ്റ് വെള്ളമാണ്. ഇപ്പോൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അതൊക്കെ പാടമായിരുന്നു. നേരത്തെ കൊയ്ത്ത് പാടമായിരുന്നു. അവിടെ കണ്ടില്ലേ, വൈദ്യുതമായിട്ടുള്ള ഫ്ലാറ്റുകൾ വന്ന് അതിൻ്റെ താഴെ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ വീടുകളിൽ കംപ്ലീറ്റ് വെള്ളമാണ്. സാധനങ്ങൾ ഇത്തവണയും പിറക്കി വെക്കേണ്ട ഒരു ഗതികേടാണ്. എല്ലാ സാധനങ്ങളും പൊക്കി വെക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജാണെങ്കിലും ബെഡാണെങ്കിലും എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസാണ് എല്ലാം പൊക്കി വെച്ചിരിക്കുകയാണ്.